എൻ്റെ ഹൈമാവതി കൃഷിഭവൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇപ്പോൾ കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടെ 4-5 മുളക് തൈ, ഞാനിവിടെ മുളക് തൈൻ്റെ കുറച്ച് പായ് പൊടിപ്പിച്ചിട്ട് ഇപ്പോൾ ഒരു 4-5 നടാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ട, ഞാനിവിടെ പാവി പൊടിപ്പിച്ചാണ്. ഇത് കണ്ടില്ലേ, ഇത് പറിച്ചിട്ട് അതിൻ്റെ മണ്ണോടെ പറിച്ചിട്ട് നിർത്തിയാണ്. ഇത് ഞാൻ ഇതിനകത്തൊന്ന് നറുക്കെന്ന് വെച്ചാൽ പോട്ടി മിശ്രിതവും ഇതിൻ്റെ കൂടെ കുറച്ച് ഭാഷയുടെ ചീരി ഇതും കൂടി ഉണ്ട്. ഇതും കൂടി ഇട്ടിട്ട് നറുക്കട്ടെ. ഇതാണ് ഞാൻ ഇന്ന് നറുക്കുന്നത്. കണ്ട, ഇത് നിറച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാക്കിയെല്ലാം നിറച്ചിട്ട് പയ്യെ കാണിക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഇത് നിറച്ചിട്ട് ഇതിൻ്റെ അടിയിൽ നിറക്കുക. അതിന് ശേഷം എന്താ വെച്ചാൽ ഇതിനകത്ത് നിറച്ചിട്ടാണ് ഇതിപ്പോൾ നടാൻ പോകുന്നത്. കാണിച്ചു തരാമല്ലോ. ഈ മുളക് തൈ ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ പായ് പൊടിപ്പിച്ചിട്ട്, അതുകൊണ്ട് ഒരു വിഷമമില്ല. ഒരു മുളക് എടുത്തിട്ട് ഞാൻ അങ്ങനെയാണ് പായ് പൊടിപ്പിക്കുന്നത്. ഒരു മുളക് തൈ എടുക്കുക, എന്നിട്ട് പായ് പൊടിപ്പിക്കുക. അതാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഇനിയിപ്പോൾ ഇതാണ് ഈ പോട്ടി മിക്സ് ഇതാക്കിയിട്ട് ഇതിൽ എന്തെല്ലാം ഇട്ട് വെച്ചാൽ കുമ്മായം, എല്ലുപൊടി, പിന്നെ പൊടിവളം വെച്ചാൽ കമ്പോസ്റ്റ് വളം, പിന്നെ കമ്പോസ്റ്റ് വളം, പിന്നെ എന്ന് വെച്ചാൽ കുമ്മായം, എല്ലുപൊടി, വേപ്പും പിണ്ണാക്കിൻ്റെ പൊടി. ഇതാണ് എല്ലാം കൂടിയാണ് ഇത് ഇവിടെ ഇട്ടിട്ടുള്ളത്. കണ്ടില്ലേ, ഇതാണിപ്പോൾ ഇത് ഞാൻ വാരി നിറക്കട്ടെ. ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് വാരി ഇടട്ടെ. ഉണ്ടാ, ഇങ്ങനെ നിറച്ചിട്ട് നമുക്കത് നടാല. ഇതാണ് ഞാനിപ്പോൾ ഇവിടെ വാരി നിറക്കുന്നത്. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ വാരി നിറക്കുക. ഇനിയിപ്പോൾ ഇവിടെ നിറച്ച് വെച്ചതുണ്ട്, അതും കൂടി ഒന്ന് ലെവലാക്കട്ടെ. ഇത് നിറച്ച് വെച്ചാണ്. ഇതിൻ്റെ അകത്തും കൂടി കുറച്ചും കൂടി വാരിയിട്ടെ. അത് അമിഞ്ഞു പോയി, അതാണ്. ഇതിനിടയ്ക്ക് നടണം നിരിച്ചിട്ട് അതിൽ നിറച്ച് വെച്ചതാണ്. അതിപ്പോൾ അന്ന് സമയമായി, അതുകൊണ്ട് ഇതും കൂടി ഇതിലിട്ടെ. രണ്ടെണ്ണമായി. ഇനിയിപ്പോൾ ഇവിടെ 2 കൂടി ഉണ്ട്, ഒന്നും കൂടി ഇടിയുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഒക്കെ നട്ടിട്ട് കാണിച്ചു തരാം. ഇനിയിപ്പോൾ എല്ലാം കൂടി എല്ലാം നിറച്ച് വെച്ചു. ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞാൻ നടട്ടെ. ഇനിയിപ്പോൾ ഒന്നുകൂടി നടാനുണ്ട്. ഇത് നട്ടിട്ട് വേണം അതിൽ നടാൻ. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഒന്നിങ്ങനെ മെല്ലെ എടുക്കുക. നല്ല ശക്തിയോടെ ആയിനി മുളക് തൈ, നല്ല ഉഷാറായിനി. കണ്ടാ, നല്ല ചെറുതാണെങ്കിൽ നല്ല കുറ്റിയറപ്പുണ്ട്, നല്ല അടിപൊളിയായിനി. കണ്ടില്ലേ, ഇതേപോലെ നടുക. ഒറ്റൊന്നേ നടണ്ടു, 2 നട്ടാൽ മോശാ. മുളക് തൈ ഒറ്റൊന്നേ നടാൻ പാടുള്ളൂ, ഒരു ബാഗിൽ. കണ്ടില്ലേ, ഇതേപോലെ ഇവിടെ എടുത്തു കൊടുക്കട്ടെ. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് നടാം. മുളക് തൈ ഇഷ്ടംപോലെ ആക്കി വെച്ചിട്ട് ഞാൻ ഇനിയിപ്പോൾ നമുക്ക് നടേണ്ട പണിയേ ഉള്ളൂ. മുളക് തൈ ഓരോന്നേ നടണ്ടു, ഓരോന്നല്ല ഞാൻ നട്ടു കഴിഞ്ഞാലുണ്ടല്ല, പിന്നെ അത് കൂടുതലായിപ്പോയി പിന്നെ കായ് ഉണ്ടാവില്ല. അതാണ്. ഇനിയിപ്പോൾ ഇതും കൂടി ഇവിടെ നട്ടു, 2 എണ്ണമായേ. ഇനിയിപ്പോൾ ഇവിടെ ഒന്നും കൂടി നിറക്കാനുണ്ട്. അത്രേ, അത് നിറച്ചിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ നിറച്ച് വെച്ചാണ്. ഇതിങ്ങനെ ഒരു നല്ല തയ്യാണ്, നെസ്റ്റൽ തയ്യാണ്, നല്ല വൃത്തിയായി തയ്യായി നല്ല ഭംഗിയിലായിട്ട് വന്നു. മുളക് തേ തണലത്തിട്ടിട്ടാണ് ഞാൻ മുളപ്പിച്ചിന്, അതുകൊണ്ടാണ് നല്ല ഇലയിന്. ഇനിയിപ്പോൾ അത് വെയിലിനായാലും മാത്രമേ ഉഷാറാവൂലൂ. നല്ല ഉഷാറുണ്ട് തൈ, നല്ല ഉഷാറുണ്ട്. ഉണ്ടല്ലേ, ഇതേപോലെ. ഇനിയിപ്പോൾ ഇതിനകത്തും കൂടി നിറക്കട്ടെ. ഒന്നിലും കൂടി നിറക്കാനുണ്ട് ഇവിടെ. ഇത് വേറെ ഒന്നും ഇപ്പം ഇടുന്നില്ല. ചപ്പൊന്നും ഇടുന്നില്ല. അതെല്ലാം നമുക്ക് ഇടാം. ഇനി ഈ ചപ്പ് കൊണ്ടുവന്നതില്ല, അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ വാരിയിടാം. അതാ നല്ല. ഈ പ്രോട്ടീൻ മിശ്രിതം ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നടാ. ഇനി വെള്ളം നനച്ച് കൊടുക്കണം. വെള്ളം നനച്ചിട്ടില്ലെങ്കിൽ പോവും. കണ്ടില്ലേ, ഇതേപോലെ. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഉണ്ട്, കുറച്ചും കൂടി ആയില്ല.
കണ്ടില്ലേ, ഇതും കൂടി ഇതിലിട്ടിട്ട് ഇനി പോട്ടി മിക്സ് ഇതെല്ലാം ആക്കണത്രേ. ആക്കിയതെല്ലാം കഴിഞ്ഞു, ലാസ്റ്റ് ആക്കിയതാണ് ഇല്ല. ഇനി ആദ്യ കൂടി ആക്കണം, വേണമെന്നുണ്ടെങ്കിൽ മറ്റ് ആക്കിയതെല്ലാം ആയി. വേണ്ടില്ലേ. ഇനിയിപ്പോൾ ഇത് ഞാനിവിടെ നട്ടു കൊടുക്കട്ടെ. ഇനിയിപ്പോൾ 2 തൈ ഉണ്ട്, അത് നോക്കാം, ഏതെങ്കിലും ഒന്ന് നടാം. ഒരുപാട് തൈ ഉണ്ട് ഇനി നടാൻ, ഒരുപാട് സ്ഥലമുണ്ടെങ്കിൽ ഇനി കുറച്ച് നിലത്ത് നട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. വെള്ളമടിക്കാനാട്ടെ, മോട്ടർ ശരിയായിട്ടാകുമ്പോൾ അത് പറിച്ച് ഞാൻ നിലത്ത് നട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് നല്ല ഉഷാറായിട്ട് വരും. ഉണ്ടാ ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ ആയിന് അത്. നല്ല വലിയ മുളക് തയ്യ, നല്ല ചപ്പ് വീതിയുണ്ട്, രോഗങ്ങളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയായി കിട്ടി. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വരുന്നൊരു നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. പിന്നെ കാണിച്ചു തരാം, പാകിപ്പി നട്ടത് കാണിച്ചു തരാം. ഇതാണ് അത്, നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാമല്ലോ. ഉണ്ടോ, ഇത് കണ്ടില്ലേ, ഇതാ ഇത് കണ്ടില്ലേ, ഇതാ ഉണ്ടോ, ഇത് കണ്ടോ, ഇതാണ് ഇപ്പം തട്ടത്, കണ്ടില്ലേ, ഉണ്ടോ. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിന് നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവർക്കും. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക.